ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ എക്സാമിനേഷൻ ഇങ്ങ് അടുത്തെത്താനായി. സെപ്റ്റംബറിലാണ് എക്സാം സെറ്റ് ചെയ്തതെന്ന് ടൈം ടേബിളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എക്സാമിൻ്റെ ഫീസ് അടയ്ക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ പഠിത്തം പണ്ടത്തേക്കാൾ ഉഷാറാവണം. ഇന്ന് ഫോക്കസ് ഏരിയയും കൂടി വന്ന് സോഷ്യോളജിയുടെ ഫോക്കസ് ഏരിയയിൽ 1 to 10 ചാപ്റ്റേഴ്സും ഇൻക്ലൂഡഡ് ആണ്. വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമാണ്, ചാപ്റ്റേഴ്സ് അല്ല, വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് എക്സ്ക്ലൂഡഡ് ആയത്. അപ്പോൾ നിങ്ങളെന്തായാലും എല്ലാം പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് 6th ചാപ്റ്ററിലെ 3ാമത്തെ ടോപ്പിക്കാണ് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കോപ്പറേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ, സഹകരണവും തൊഴിൽ വിഭജനവും. ഇത് ഏകദേശം പരീക്ഷയ്ക്ക് റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. ഇനി എനിക്ക് ഇതുവരെ പോയ പോലെ പോയാൽ പോരാ. കാരണം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പിൻ പോയിൻറ്റഡ് ആയിട്ട് നമ്മുടെ ക്ലാസ് പോയിട്ടില്ലെങ്കിൽ നമ്മൾ തീരൂല. വളരെ സ്ലോയിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ടീച്ചർ കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ആക്കാൻ പോവാണ്. നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, എന്നാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പറേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. അതായത് നമുക്കറിയാം, കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം. അത് സത്യം പറഞ്ഞാൽ വളരെ മനുഷ്യൻ്റെ തന്നെ അടിസ്ഥാനപരമായ ഒരു സോഷ്യൽ പ്രോസസ്സാണ്. അടിസ്ഥാനപരമായ ഒരു സാമൂഹിക പ്രക്രിയയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം: വർക്കിംഗ് ടുഗദർ ഫോർ ദ പർസ്യൂട്ട് ഓഫ് എ കോമൺ എൻഡ്. അതായത് കളക്റ്റീവായിട്ട് ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ പറയുന്ന പേരാണ് സഹകരണം എന്ന്. ദിസ് ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി വിച്ച് ഡിസ്റ്റിങ്വിഷ് ഹ്യൂമൻ ഫ്രം ആനിമൽ. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന മനുഷ്യൻ്റെ ഒരു കഴിവാണ് സഹകരണം എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യൻ്റെ ബ്രൂട്ടിഷ് നേച്ചർ, മൃഗീയമായ മനുഷ്യൻ്റെ നേച്ചറിനെ ഇല്ലാതാക്കുന്നത്. നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമുക്കൊരാളെ കുത്തി കൊല്ലണം എന്നൊക്കെ തോന്നുമ്പോഴും അതൊന്നും പാടില്ല. സമൂഹത്തിനൊരു നിയമമുണ്ട്, സമൂഹത്തിൻ്റെ നിയമം നമ്മൾ അനുസരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ആരും കാണാതെ സപ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് ബ്രൂട്ടിഷ് നേച്ചർ, മൃഗീയമായ നേച്ചറിനെ നമ്മൾ ഉള്ളിൽ അമർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ നിയമങ്ങളോട് നമ്മൾ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എൻഫോഴ്സ്ഡ് കോപ്പറേഷനാണ് ഇവിടെ വരുന്നത്. അതായത് പുറത്തേക്ക് കാണിക്കാതെ നമ്മൾ ഉള്ളിൽ സമ്മർദ്ദത്തിന് വഴങ്ങി അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് അക്കോമഡേഷൻ. അതാണ് പൊരുത്തപ്പെട്ടു പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള മൃഗീയമായ എല്ലാ പ്രവണതകളും അത് ഇല്ലാതാക്കുന്നു. എല്ലാ സൊസൈറ്റിയിലും നമുക്ക് കോപ്പറേഷൻ കാണാം. ദർ ഇസ് നോ സൊസൈറ്റി വിത്തൗട്ട് കോപ്പറേഷൻ. സഹകരണമില്ലാതെ ഒരു സൊസൈറ്റിയും എക്സിസ്റ്റ് ചെയ്യൂല. എല്ലാ സൊസൈറ്റിയിലും എന്തുണ്ട്? സോഷ്യൽ സോളിഡാരിറ്റിയുമുണ്ട്. സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യം, സഹകരണത്തിലൂടെ വരുന്ന ഒരു തരം ഐക്യം നമ്മുടെ സമൂഹത്തിലെല്ലാം നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ സൊസൈറ്റിയിൽ കുറേ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു അൺവാണ്ടഡ് ആയ സംഭവം അവിടെ കാണുകയാണ്. അൺവാണ്ടഡ് എന്ന് പറഞ്ഞാൽ സമൂഹം വിലക്കിയ ഒരു സംഭവം. അത് അവിടെ കാണുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ ഒരുമിച്ച് ഭയങ്കര ഐക്യത്തോടു കൂടി അതിനെതിരെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, പ്രതിഷേധിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രതിഷേധിക്കുന്നത്? കളക്റ്റീവായിട്ട് എല്ലാവരും, നമ്മൾ സദാചാര പോലീസ് എന്ന് പറയില്ലേ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ചെയ്യാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത രീതിയിൽ അവിടെ കാണാൻ പാടില്ലാത്ത രീതിയിൽ അവിടെ കാണുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങൾ, സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഐക്യത്തോടു കൂടി പെട്ടെന്ന് തന്നെ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? സൊസൈറ്റിക്ക് എപ്പോഴും ഒരു സോളിഡാരിറ്റി ഉണ്ട്, ഒരു ഐക്യമുണ്ട്. അതൊരു ധാർമ്മിക ശക്തിയായിട്ട്, ദാറ്റ് മീൻസ് ഇറ്റ് ആക്ട് ആസ് എ മോറൽ ഫോഴ്സ്, ഒരു ധാർമ്മിക ശക്തിയായിട്ട് എപ്പോഴും അത് വ്യക്തികളുടെ മുകളിൽ പ്രയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബറിൽ എപ്പോഴും എന്ത് ഇംപ്ലൈഡ് ആണ്? സഹകരണം ഇംപ്ലൈഡ് ആണ്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിൽ വിഭജനം. ഈ തൊഴിൽ വിഭജനം എപ്പോഴും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സഹകരണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ തൊഴിൽ വിഭജനം ഉള്ളത്. സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് തന്നെയാണ് തൊഴിൽ വിഭജനത്തിൻ്റെ റോൾ എന്ന് പറയുന്നത്. അതായത് തൊഴിൽ വിഭജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജോലിയും ഡിവൈഡ് ചെയ്ത് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒരു കാറ് കമ്പനിയാണെങ്കിൽ ആ കാറിൻ്റെ ഓരോ പാർട്സുകൾ ഉണ്ടാക്കാനും ഓരോ തൊഴിലാളികളാണ്. അപ്പോൾ ഈ ഓരോ തൊഴിലാളികളും ഉണ്ടാക്കിയ
പിന്നെ കാറിൻ്റെ ഭാഗങ്ങൾ ഒന്നായിട്ട് അസംബിൾ ചെയ്യുമ്പോഴാണ് ഫൈനൽ പ്രൊഡക്റ്റായ കാർ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. സോ ഇറ്റ് മീൻസ് തൊഴിൽ വിഭജനം അവിടെ എല്ലായിടത്തും ഉണ്ട്. ഈ തൊഴിൽ വിഭജനത്തിൻ്റെ ഉള്ളിലുള്ള സംഭവം എന്താണ്? സഹകരണമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്സ് ഉണ്ടാക്കുന്ന ആൾ പണി നിർത്തിയിട്ടുണ്ടെങ്കിൽ കാർ എന്ന് പറയുന്ന മൊത്തമായ സംഭവം ഉണ്ടാവില്ല. അപ്പം ഈ ഒരു തൊഴിൽ വിഭജനം നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. തൊഴിൽ വിഭജനം എന്നുള്ളതൊരു പ്രകൃതി നിയമമാണ്. അത് മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ തന്നെ ധാർമ്മികമായ ഒരു നിയമം തന്നെയാണ് എന്ന് പറയാം. ഡിവിഷൻ ഓഫ് ലേബർ ഇംപ്ലൈസ് കോപ്പറേഷൻ ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് സൊസൈറ്റി. സോ തൊഴിൽ വിഭജനം നമ്മുടെ സമൂഹത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഇതൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ്റെ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വല്ലാതെ ഇതിലൊന്നും നിങ്ങൾ കളിച്ച് സമയം കളയേണ്ട. നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. എമിലി ഡർക്കെയിമിൻ്റെ സഹകരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് പഠിക്കാനുള്ളത്. എമിലി ഡർക്കെയിം നമുക്കറിയാം ഫങ്ഷണലിസ്റ്റ് വ്യൂവിൻ്റെ ആളാണ് അല്ലേ. എന്താ പറയുക, സഹകരണവാദത്തിൻ്റെ ആളാണ് എമിലി ഡർക്കെയിം എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ്. അദ്ദേഹം മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി എന്നുള്ള തരത്തിൽ ഐക്യത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. എമിലി ഡർക്കെയിം ഹാസ് ഡിവൈഡഡ് സോളിഡാരിറ്റി ഇൻടു ടു: മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാന്ത്രികമായ ഐക്യം. ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവിക ഐക്യം. അപ്പോൾ നിങ്ങൾ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ ആധുനിക സമൂഹത്തിലാണ് അത് കാണുക എന്ന് വിചാരിക്കും. പക്ഷേ തെറ്റാണ്. യാന്ത്രികമായ ഐക്യം നമ്മൾ കാണുന്നത് പ്രാചീന സമൂഹത്തിലാണ്. എന്നാൽ ഓർഗാനിക് സോളിഡാരിറ്റി, ജൈവിക ഐക്യം കാണുന്നത് ആധുനിക സമൂഹത്തിലുമാണ്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇത് രണ്ടും എ ടൈപ്പ് ഓഫ് കോപ്പറേഷനാണ്. എവിടെ കാണുന്ന ഓരോ സമൂഹത്തിലും, ഓരോ ടൈപ്പ് സമൂഹത്തിലും കാണുന്ന കോപ്പറേഷനാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും. അപ്പോൾ നമുക്കിനി ഈ ഒരു മെക്കാനിക്കൽ സോളിഡാരിറ്റി കാണുന്ന സമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ യാന്ത്രിക ഐക്യം. ഈ യാന്ത്രിക ഐക്യം കാണപ്പെടുന്ന സമൂഹങ്ങൾ എന്ന് പറയുന്നത് പ്രാചീന സമൂഹമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, മെക്കാനിക്കൽ എന്നുള്ള വാക്ക് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും മെക്കാനിക്കൽ എന്ന് കേൾക്കുമ്പോൾ മെക്കാനിക്കൽ എന്നുള്ള ഭാഗങ്ങളൊക്കെ മോഡേൺ സൊസൈറ്റിയിലല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല. മെക്കാനിക്കൽ സോളിഡാരിറ്റി ഉള്ളത് പ്രാചീന സമൂഹത്തിലാണ്. അത്തരം സമൂഹങ്ങൾ വളരെ ലളിത സമൂഹങ്ങളായിരിക്കും. പ്രാചീനമായ സാങ്കേതിക വിദ്യയായിരിക്കും അത്തരം സമൂഹത്തിലുണ്ടാകുന്നത്. അവിടെയുള്ള ആളുകൾക്ക് ഒരു കലക്റ്റീവ് ഫീലിംഗ് ഉണ്ടാകും. നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. ദിസ് ഈസ് എ ഫോം ഓഫ് സെയിംനെസ് ഓർ ഹോമോജിനിറ്റി. ഒരു എന്താ പറയുക, ഐക്യമുണ്ടാകും. എല്ലാവർക്കും ഒരേ താല്പര്യം, ഒരേ ഇഷ്ടം. അങ്ങനെ ആ ഒരു ഒരേ താല്പര്യത്തിലൂടെ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു ഏകത, ഒരു സെയിംനെസ് ഉണ്ടായിരിക്കും. കാരണം കുറച്ച് ആളുകളുള്ള സമൂഹമാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്ക് അവിടെ സ്കോപ്പില്ല. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, നോ സ്പെഷ്യലൈസേഷൻ ഓർ ഡിവിഷൻ ഓഫ് ലേബർ. അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവില്ല. പ്രാചീന സമൂഹത്തിൽ നമുക്ക് എന്ത് അസുഖം വന്നാലും ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോകും. അവിടെ സ്കിൻ സ്പെഷ്യലിസ്റ്റോ പീഡിയാട്രീഷ്യനോ ഡെർമറ്റോളജിസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. അവിടെ എല്ലാത്തിനും ഒരു മുറി വൈദ്യനോ അതല്ലെങ്കിൽ ഒരു പക്ക ഗ്രാമീണ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു MBBS ഡോക്ടർ ഉണ്ടാവും. അവിടെ എല്ലാവരും പോകും. ഒരു സ്പെഷ്യലൈസേഷനും അവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ വളരെ ലളിതമായ ഡിവിഷൻ ഓഫ് ലേബർ ആയിരിക്കും. പണ്ടത്തെ സമൂഹത്തിൽ സെക്സിൻ്റെയും ഏജിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് നമ്മൾ തൊഴിൽ വിഭജനം നടത്തിയിരുന്നത്. സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പം ആൺ പെൺ, പുരുഷന്മാരായാൽ പുറത്തു പോയി ജോലി ചെയ്ത് ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുവരിക, സ്ത്രീയാണെങ്കിൽ കൊണ്ടുവന്ന ഭക്ഷണം പാകം ചെയ്യുക, കുട്ടികളെ വളർത്തുക. ഇതാണ് സെക്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിവിഷൻ ഓഫ് ലേബർ. ഏജിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഏജ് കൂടിയ ആളുകൾക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്, ഏജ് കുറഞ്ഞ ആളുകൾക്ക് റെസ്പെക്റ്റ് കുറവാണ്, കുറച്ചും കൂടി കെയർ വേണ്ടവരുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രാചീന സമൂഹത്തിലുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായ ഡിവിഷൻ ഓഫ് ലേബറാണ്. സ്പെഷ്യലൈസേഷൻ ഒട്ടും ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ദേ ആർ യുണൈറ്റഡ് ത്രൂ ദെയർ ബിലീഫ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ്. പ്രാചീന സമൂഹത്തിലെ സഹകരണം എന്ന് പറയുന്നത് ആളുകൾ തമ്മിൽ പരസ്പരം ഐക്യത്തോടെ പ്രവർത്തിച്ചിരുന്നത് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെയുള്ള വിശ്വാസങ്ങളും വികാരങ്ങളിലൂടെയുമാണ്. അവർ ഒത്തൊരുമിച്ച് കലക്റ്റീവായിട്ട് ഒത്തൊരുമിച്ച് ആ സമൂഹം നടന്നു പോയത് എങ്ങനെയാണ്? അവരുടെ ആ ഒരു സെൻറ്റിമെൻറ്റ്സിലൂടെയും ബിലീഫ്സിലൂടെയും വിശ്വാസങ്ങളിലൂടെയുമാണ്. അപ്പോൾ മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ
സാങ്കേതികവിദ്യ നന്നേ കുറവാണ്, പോപ്പുലേഷൻ കുറവാണ്, ലളിത സമൂഹമാണ്, പ്രാചീന സമൂഹമാണ്. അവിടെയുള്ള കോപ്പറേഷൻ എന്ന് പറയുന്നത് ആളുകൾ തമ്മിൽ വളരെ നല്ല അടുപ്പമാണ്. എല്ലാവരും നമ്മളൊന്നാണ് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. വിശ്വാസങ്ങളും ബിലീഫും അതുപോലെ വൈകാരികതകളും നീതിബോധവും എപ്പോഴും അവരങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയും നല്ലൊരു കൂട്ടായ്മ, ഒരു കളക്റ്റീവ്നെസ് അവരുടെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു സമൂഹമാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി ഫോളോ ചെയ്യുന്ന പ്രാചീന സമൂഹം എന്ന് പറയുന്നത്. അവരുടെ നന്നായിട്ട് കോപ്പറേഷൻ ഉണ്ടാകും. എന്നാൽ ആധുനിക സമൂഹത്തിൽ നിലനിൽക്കുന്ന തരത്തിലുള്ള കോപ്പറേഷൻ അല്ല മെക്കാനിക്കൽ സോളിഡാരിറ്റിയിലൂടെ ഉണ്ടാകുന്ന സൊസൈറ്റിയിൽ ഉള്ളത്. ഇനി നെക്സ്റ്റ്, ജൈവിക ഐക്യം അഥവാ ഓർഗാനിക് സോളിഡാരിറ്റി. ഈ ഓർഗാനിക് സോളിഡാരിറ്റി കാണുന്നത് ആധുനിക സമൂഹത്തിലാണ്. മോഡേൺ കോംപ്ലക്സ് സൊസൈറ്റി, ആധുനിക സങ്കീർണ വ്യാവസായിക സമൂഹങ്ങളിലാണ് ഓർഗാനിക് സോളിഡാരിറ്റി കാണുന്നത്. ഇത് പക്ക ഡിവിഷൻ ഓഫ് ലേബറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് ലേബർ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫാക്ടറി, ഈ ഒരു ചിത്രത്തിൽ തന്നെ നിങ്ങൾ ഫാക്ടറിയെ കാണാം. മോഡേൺ സൊസൈറ്റിയിൽ ഓരോ ഭാഗങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, ജോലിയുടെ ഓരോ ഭാഗങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഓരോ തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾ കൃത്യമായിട്ട് ഒരേ നിരപ്പിൽ ഒരു കൺവെയർ ബെൽറ്റ് പോലെയുള്ള ഒരു ബെൽറ്റിൻ്റെ നേരെ ഇരിക്കും. എന്നിട്ട് പ്രൊഡക്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിൽ ഒരാൾ പണിക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മുഴുവനായി ഉണ്ടാകുന്ന പ്രോസസ്സ് അവിടെ നിൽക്കും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ നിരവധി ആളുകളുടെ സഹകരണം ആധുനിക സമൂഹത്തിൽ ആവശ്യമാണ് എന്നാണ് ഇത് പറഞ്ഞു വരുന്നത്. സോ പീപ്പിൾ ബിക്കെയിം സ്പെഷ്യലൈസ്ഡ്. ഓരോരുത്തരും സ്പെഷ്യലൈസ്ഡ് ആണ്. ഒരു കാർ ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ അതിൻ്റെ ഡോർ ഉണ്ടാക്കാൻ ഒരു വർക്കർ, ഒരു തൊഴിലാളി അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ എൻജിൻ ഉണ്ടാക്കാൻ മറ്റൊരാൾ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ആ കാറിന് ഡിസൈൻ കൊടുക്കാൻ മറ്റൊരാൾ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. സോ മോഡേൺ സൊസൈറ്റി ഡിപ്പെൻഡ്സ് ഹൈലി ഓൺ സ്പെഷ്യലൈസേഷൻ. ആധുനിക സമൂഹം സവിശേഷവൽക്കരണത്തെ വളരെയധികം ആശ്രയിക്കുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എക്സ്ട്രീം ഡിവിഷൻ ഓഫ് ലേബറും നമുക്ക് ആധുനിക സമൂഹത്തിൽ കാണാൻ സാധിക്കും. ആൻഡ് പീപ്പിൾ ഹാവ് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ്. ജനങ്ങൾക്ക് വ്യത്യസ്തമായ താല്പര്യങ്ങളും ഇൻട്രസ്റ്റുമാണ് താല്പര്യങ്ങളും ഇമോഷൻസും ഒക്കെയാണ് ഉണ്ടായിരിക്കുക. ദേ ബിഗാൻ ടു ഡിപ്പെൻഡ് മോർ ഓൺ ഈച്ച് അതർ. എപ്പോഴും ഒരാൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ മോഡേൺ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് മുഴുവൻ ഒരാൾക്ക് ഉണ്ടാക്കാൻ ആധുനിക സമൂഹത്തിൽ സാധിക്കില്ല. കാരണം ആ പ്രൊഡക്റ്റിന് മോഡേൺ സൊസൈറ്റിയിൽ അധികവും തൊഴിൽ വിഭജനവും സവിശേഷവൽക്കരണം, സ്പെഷ്യലൈസേഷനും ഉള്ളതുകൊണ്ട് തന്നെ പ്രാചീന സമൂഹത്തേക്കാൾ കൂടുതൽ ഇവിടെ സഹകരണം അത്യാവശ്യമാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഫാക്ടറി വർക്കേഴ്സ് തന്നെ നമുക്ക് പറയാം. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത്, മോഡേൺ സൊസൈറ്റിയിൽ പോപ്പുലേഷൻ കൂടുതലാണ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അങ്ങനെ താമസിക്കുന്ന ആളുകൾക്ക് തന്നെ വ്യത്യസ്തമായ താല്പര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ തൊഴിൽ വിഭജനം കൂടുതലാണ്. തൊഴിൽ വിഭജനം ഉള്ളതുകൊണ്ട് തന്നെ സവിശേഷവൽക്കരണവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ വിവിധ തൊഴിലാളികൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരു പരസ്പര ആശ്രയത്വത്തിലൂടെയാണ് അവിടെ ഐക്യം ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു കളക്റ്റീവായ ഐക്യം പ്രാചീന സമൂഹമായ മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ കാണുന്ന തരത്തിലുള്ള ഐക്യമല്ല ഓർഗാനിക് സോളിഡാരിറ്റിയിലുള്ളത്. ഓർഗാനിക് സോളിഡാരിറ്റിയിൽ ഐക്യമുണ്ടാകുന്നത് വ്യത്യസ്തതകളിലൂടെയാണ് ഐക്യമുണ്ടാകുന്നത്. എന്നാൽ മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ ഐക്യമുണ്ടാകുന്നത് സെയിംനെസ്സിലൂടെയാണ്. സെയിംനെസ് എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയിലൂടെ, ഒരേ താല്പര്യത്തിലൂടെയാണ്. ജനങ്ങൾ കുറച്ചേ ഉള്ളൂ, അവർക്ക് കുറച്ച് താല്പര്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ സഹകരണം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഐക്യമുണ്ടാകുന്നത് സെയിംനെസ്സിലൂടെയാണ്, അതായത് ഒരേപോലെയുള്ള വികാരങ്ങളിലൂടെയാണ്. എന്നാൽ ഓർഗാനിക് സോളിഡാരിറ്റിയായ ആധുനിക സമൂഹത്തിൽ ഐക്യമുണ്ടാകുന്നത് വ്യത്യസ്തതകളിലൂടെയാണ്. എങ്ങനെയാണ് വ്യത്യസ്തതകളിലൂടെ ഐക്യമുണ്ടാകുക? ആധുനിക സമൂഹം സങ്കീർണമാണ്, ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്, ഓരോ ആളുകൾക്കും വ്യത്യസ്ത താല്പര്യങ്ങളാണ്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് തന്നെ എക്സ്ട്രീം ഡിവിഷൻ ഓഫ് ലേബറാണ്. നിരവധി തൊഴിലാളികൾ ഉണ്ടായിരിക്കും. ആ തൊഴിലാളികൾ ചെയ്ത ഓരോ ജോലിയും പരസ്പരം ക്ലബ് ചെയ്തുകൊണ്ടാണ് ഫൈനൽ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്തരായ ആളുകൾ സഹകരിച്ചു കൊണ്ടാണ് ഇവിടെ ഐക്യമുണ്ടാകുന്നത്. ആധുനിക സമൂഹത്തിൽ അല്ലെങ്കിൽ ഓർഗാനിക് സോളിഡാരിറ്റിയിൽ ഐക്യമുണ്ടാകുന്നത്. ഇതാണ് എമിലി ഡർക്കെയിമിൻ്റെ സഹകരണത്തെക്കുറിച്ചുള്ള ആശയം.
ഇതേ സംഭവം തന്നെ 9ാമത്തെ ചാപ്റ്ററിലും വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഒരേ ആൻസറാണ് വരിക. ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡാരിറ്റി എക്സ്പ്ലെയിൻഡ് ബൈ എമിലി ഡർക്കെയിം. എമിലി ഡർക്കെയിം വിഭാവനം ചെയ്ത 2 ഐക്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കും. അത് യാന്ത്രിക ഐക്യവും ജൈവിക ഐക്യവുമാണ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ സോളിഡാരിറ്റി അല്ലെങ്കിൽ ഓർഗാനിക് സോളിഡാരിറ്റി. ഇനി നമുക്ക് സഹകരണത്തെക്കുറിച്ചുള്ള കാൾ മാർക്സിൻ്റെ വീക്ഷണം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി കാൾ മാർക്സിൻ്റെ വീക്ഷണത്തിൽ എന്താണ് കോപ്പറേഷൻ എന്ന് നമുക്ക് നോക്കാം. എമിലി ഡർക്കെയിം സൊസൈറ്റിയുടെ എസെൻഷ്യൽ സവിശേഷതയായി പറഞ്ഞിരിക്കുന്നത് അൾട്രൂയിസവും ഐക്യവുമാണ്. അതായത് സോളിഡാരിറ്റിയും ആൾട്രൂയിസവുമാണ് സൊസൈറ്റിയുടെ ഏറ്റവും സവിശേഷമായ ഫീച്ചറായിട്ട് എമിലി ഡർക്കെയിം കാണിച്ചതെങ്കിൽ കാൾ മാർക്സ് പറയുന്നത് കോൺഷ്യസ്നെസ് വാർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സോളിഡാരിറ്റി എന്നാണ്. അതായത് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അവബോധം എന്ന് പറയും. ആ അവബോധമാണ് സോളിഡാരിറ്റിയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റായ ഒരു ഘടകം. അതായത് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അയാളുടെ അവബോധമാണ്. ഏതിനേക്കാളും അയാളുടെ ഐക്യത്തെക്കാളും അതുപോലെ തന്നെ ആൾട്രൂയിസം പരാർത്ഥതയേക്കാളും എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. ഈ കോൺഷ്യസ്നെസ് ആണ് അവനെ മൃഗങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന ഒരേ ഒരു ക്വാളിറ്റി എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. മനുഷ്യൻ പ്രകൃതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ മൃഗങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. മനുഷ്യൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം കോപ്പറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പൊരുത്തപ്പെട്ടു പോവുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ മൃഗങ്ങൾ നേരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. സോ മൃഗങ്ങളിൽ നിന്നും സഹകരണമാണ് മനുഷ്യനെ വേർതിരിക്കുന്ന ഒരേ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. മനുഷ്യൻ പ്രകൃതിയെ തനിക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടിയിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നു, അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു. ഇതിനു വേണ്ടി അവൻ സാങ്കേതിക വിദ്യയെയും കൂട്ടുപിടിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഒരു പ്രകൃതിയെ, ഒരു ചുറ്റുപാടിനെ തനിക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് മനുഷ്യന് സാധിക്കുന്നു എന്നുള്ളത് അവനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. സോ ഹ്യൂമൻ അഡ്ജസ്റ്റ് ടു അക്കോമഡേറ്റ് ടു കോപ്പറേറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് അക്കോമഡേഷൻ ബൈ ചേഞ്ചിങ് സൊസൈറ്റി. മനുഷ്യൻ പ്രകൃതിയെ തനിക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് സാങ്കേതിക വിദ്യയുടെ സഹായം ഉപയോഗിക്കുകയും അതുവഴി അവൻ്റെ സമൂഹത്തിൽ അവൻ മാറ്റം കൊണ്ടുവരികയും ചെയ്യുന്നു. സോ മനുഷ്യൻ പ്രകൃതിയെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി മാറ്റുകയും അങ്ങനെ സൊസൈറ്റി ചേഞ്ച് ആവുകയും ചെയ്യുന്നു. സോഷ്യൽ വേൾഡ് ചേഞ്ച്ഡ് ബൈ ഹ്യൂമൻ. അതായത് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് കൊണ്ടുവന്നപ്പോൾ ഇന്ത്യക്കാരെ ആ ഭാഷയുമായി നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു, സഹകരിച്ചു, അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഹിംഗ്ലീഷ്, എച്ച് ആണ് കേട്ടോ, ഹിംഗ്ലീഷ് എന്ന് പറയുമ്പം HINGLISH, ഹിംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പുതിയ ഭാഷാ പദം ഇന്ത്യയിൽ വരികയുണ്ടായി. അതിൽ ഇന്ത്യൻ പദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹിംഗ്ലീഷ് എന്നുള്ള ഭാഷയാണ് അവിടെ ഉയർന്നു വന്നത്. സഹകരണവും പൊരുത്തപ്പെടലും ഒരു ഭാഷയെ തന്നെ മാറ്റിമറിച്ചു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് എമർജൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് ഇംഗ്ലീഷ് നമുക്കറിയില്ലെങ്കിലും നമ്മൾ ആ ഭാഷയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു, പൊരുത്തപ്പെട്ടു പോയി. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭാഷകളും ഇംഗ്ലീഷ് ഭാഷയും കൂടി ചേർന്നുകൊണ്ടാണ് ഹിംഗ്ലീഷ് എന്ന് പറയുന്ന പുതിയ ലാംഗ്വേജ് നമ്മൾ രൂപം കൊടുത്തത്. അത് നന്നായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ബേസിക്കായ തെളിവാണ്. ദെൻ Durkheim and Marx give emphasis to cooperation but some different opinions too. ഡർക്കെയിമിനും മാക്സിനും കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങളുണ്ടെങ്കിലും അവരുടെ അഭിപ്രായങ്ങളിൽ നിരവധി വ്യത്യാസങ്ങളും ഉണ്ട്. ഫോർ മാർക്സ് കോപ്പറേഷൻ ഈസ് നോട്ട് വോളണ്ടറി ഇൻ എ സൊസൈറ്റി വേർ ക്ലാസ് എക്സിസ്റ്റ്. കാൾ മാർക്സ് പറയുന്നത് നമ്മൾ സ്വമേധയാ എന്ത് ചെയ്യുന്നില്ല, കോപ്പറേറ്റ് ചെയ്യുന്നില്ല ഒരു സമൂഹത്തിൽ. ഏത് നിലനിൽക്കുന്ന സമൂഹത്തിൽ വർഗം എന്ന് പറയുന്ന, അതായത് വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും, അതായത് മുതലാളിയും തൊഴിലാളിയും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ സ്വമേധയാ കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരു ഫാക്ടറിയിൽ മുതലാളിയും തൊഴിലാളിയുമുണ്ട്. അവിടെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ല മുതലാളിയുടെ കീഴിൽ സഹകരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നത്, മറിച്ച് നേരത്തെ പറഞ്ഞ ഒരു തരം അക്കോമഡേഷനാണ്, അതായത് എൻഫോഴ്സ്ഡ് കോപ്പറേഷനാണ്. ഇദ്ദേഹവുമായി അടി ഉണ്ടാക്കിയ നാളെ എനിക്ക്
ജോലി ഉണ്ടാവില്ല, എനിക്ക് കൂലി ലഭിക്കില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സഹകരിച്ച് പോവല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് കരുതിക്കൊണ്ട് ഒരു തരം എൻഫോഴ്സ്ഡ് കോപ്പറേഷനാണ് അവിടെയുള്ളത്. അതെന്തല്ല, സ്വമേധയാ ഉള്ള കോപ്പറേഷൻ അല്ല എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അതായത് രണ്ട് വർഗ്ഗങ്ങളുള്ള സൊസൈറ്റിയിൽ ഒരിക്കലും കോപ്പറേഷൻ വളണ്ടറി അല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളിക്ക് ഒരു ഫാക്ടറിയിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അത് തൊഴിലിൽ നിന്നും അവനെ എന്നേക്കുമായി അലൈനേറ്റ് ചെയ്യുന്നു, ഒറ്റപ്പെടുത്തുന്നു. ആദ്യം അവൻ്റെ തൊഴിലിൽ നിന്നും പിന്നെ അവൻ തൊഴിലിലൂടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൽ നിന്നും അവൻ ഒറ്റപ്പെട്ടു പോകുന്നു. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് അലൈനേഷൻ. ഇത് മാർക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കോൺസെപ്റ്റാണ്. ഇത് നിങ്ങൾ മറക്കരുത്. അന്യവൽക്കരണം എന്നാണ് അതിൻ്റെ മലയാളം. അതായത് തൊഴിലാളിക്ക് തൊഴിലിൻ്റെ മേലുള്ള സംതൃപ്തി നഷ്ടപ്പെടുന്നു, അതുപോലെ അവൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഉൽപ്പന്നത്തിൻ്റെ മുകളിലുള്ള നിയന്ത്രണവും നഷ്ടമാകുന്നു. അങ്ങനെ ഉൽപ്പാദന പ്രക്രിയയിൽ നിന്നും അവൻ അകന്നകന്ന് പോകുന്ന ആ പ്രക്രിയയെ പറയുന്ന പേരാണ് അലീനേഷൻ അഥവാ അന്യവൽക്കരണം. അത് ടോട്ടലി ഒരു മനുഷ്യന് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഒറ്റപ്പെട്ട് അവന് ഒരു തരം മാഡ്നെസ്, അവൻ്റെ എല്ലാ മാനുഷികമായ എല്ലാ ക്വാളിറ്റിയും നഷ്ടപ്പെട്ട് പക്ക ഭ്രാന്തനായി മാറുന്ന ഒരു അവസാനത്തെ അവസ്ഥയാണ് അലൈനേഷൻ എന്ന് പറയുന്നത്. ഈ അവസ്ഥ അവനുണ്ടാവാൻ കാരണം രണ്ട് വർഗ്ഗങ്ങൾ സമൂഹത്തിൽ വ്യത്യസ്ത താല്പര്യങ്ങളിലോടുകൂടിയ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഫലമായിട്ടാണ് അവന് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. സോ ദ വർക്കേഴ്സ് ഫൈനലി ലോസ് കൺട്രോൾ ഓവർ ദ ഫ്രൂട്ട്സ് ഓഫ് ദെയർ ലേബർ. അവരുണ്ടാക്കിയ ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ അവർക്ക് ഒരു കൺട്രോളും ഉണ്ടാവാത്തൊരവസ്ഥ വരുന്നു. ആ അവസ്ഥയെയാണ് നമ്മൾ അലൈനേഷൻ അഥവാ ഒറ്റപ്പെടൽ എന്ന് പറയുന്നു. അതുണ്ടാവാൻ കാരണം ഫാക്ടറി പോലുള്ള അറ്റ്മോസ്ഫിയറിൽ തൊഴിലാളിയും മുതലാളിയും ഉണ്ടാകുമ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പിന്നെ ഫാക്ടറിയിൽ ഒരു പ്രത്യേക ജോലി മാത്രം, മീൻസ് അവിടെ ഡിവിഷൻ ഓഫ് ലേബർ ആണല്ലോ. അപ്പോൾ ഒരു ഷൂ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഷൂവിൻ്റെ ഒരു പ്രത്യേക പാർട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു തൊഴിലാളിക്ക് ഒരു ക്രിയേറ്റിവിറ്റിയും ഇല്ല. അയാൾ എന്നും ആ ഷൂവിൻ്റെ ഒരു പെർട്ടിക്കുലർ ഭാഗം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടാക്കാനുള്ള ഫ്രീഡം ഉള്ളൂ. അത് തന്നെ എന്നും ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഭയങ്കര മടുപ്പ് വരും. ആ മടുപ്പാണ് അദ്ദേഹത്തെ ഏതിലേക്ക് എത്തിക്കുന്നത്, അന്യവൽക്കരണത്തിലേക്ക് എത്തിക്കുന്നത്. പണ്ട് കാലത്താണെങ്കിൽ ഒരു ഉൽപ്പന്നത്തെ മുഴുവനായിട്ടും ഉണ്ടാക്കുന്നത് അയാൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കൃഷിക്കാരൻ ഗ്രാമീണ മേഖലയിൽ കൊയ്യുന്നതും വിതയ്ക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും എല്ലാം ആ കൃഷിക്കാരനാണ് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലിയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു ക്രിയേറ്റിവിറ്റിയും അദ്ദേഹത്തിൻ്റേതായ ഒരു സംതൃപ്തിയും ആ ജോലിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ആധുനിക സമൂഹത്തിൽ പ്രത്യേകിച്ചും തൊഴിലാളിയും മുതലാളിയും വർക്കറും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ജോലിയുടെ ചെറിയ ഭാഗം ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് വിരസതയിലേക്കും അവസാനം അത് അലൈനേഷനിലേക്കും അന്യവൽക്കരണത്തിലേക്കും ലീഡ് ചെയ്യുന്നു എന്നാണ് കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നത് ഡർക്കേമിൻ്റെ 2 ടൈപ്പ് ഓഫ് സോളിഡാരിറ്റിയാണ്. മാർക്സിൻ്റെത് അലൈനേഷൻ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അലൈനേഷൻ നിങ്ങളിനി പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അത് 9ാമത്തെ ചാപ്റ്ററിൽ അലൈനേഷൻ വളരെ വൃത്തിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ ഇത്രയും നേരം പേഷ്യൻ്റായിട്ട് വളരെ ക്ഷമയോടുകൂടി ടീച്ചറുടെ ക്ലാസ് കേട്ടതിന് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എൻ്റെ പ്രോത്സാഹനമാണ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.